ഹായ് ഓൾ, ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ലെക്ചർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇതിൻ്റെ സിലബസിൽ പവർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന മോഡ്യൂളിലുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അത് നമ്മുടെ SCR ആണ്. SCR അല്ലെങ്കിൽ സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. സിലിക്കൺ കൺട്രോൾ റെക്ടിഫയർ. നമ്മുടെ തൈറിസ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം. തൈറിസ്റ്റർ ഫാമിലിയിൽ വരുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ അതാണ് SCR എന്ന് പറയുന്നത്. അപ്പോൾ തൈറിസ്റ്റർ ഫാമിലിയിൽ നമ്മൾ ട്രയാക്ക്, ഡയാക്ക് ഇങ്ങനെ കുറേ ഡിവൈസസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ SCR എന്താണെന്ന് നോക്കാം. SCRനെ നമ്മൾ സിലിക്കൺ കൺട്രോൾ റെക്ടിഫയർ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ്. So these are electronic devices that require control of high voltage and power. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈ വോൾട്ടേജ് ആൻഡ് പവർ ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യുന്ന ഒരു തൈറിസ്റ്റർ ആണ് നമ്മുടെ SCR എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ യൂണി ഡയറക്ഷണൽ സെമി കണ്ടക്ടർ ഡിവൈസ് മെയ്ഡ് ഓഫ് സിലിക്കൺ. അപ്പോൾ ഇത് ശരിക്കും യൂണി ഡയറക്ഷനിലാണ്. അതുപോലെ തന്നെ ഇതൊരു PN ഡിവൈസ് ആണ്. ഒരു 4 ലെയർ സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്. ഇതിന് 3 ടെർമിനൽസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം മനസ്സിലാക്കുക. 4 ലെയർ ഡിവൈസ് ആണ്, 3 ടെർമിനൽസ് ഉണ്ട്. സോ അങ്ങനെ വരുന്ന തൈറിസ്റ്റർ ഫാമിലിയിൽ വരുന്ന ഒരു ഡിവൈസ് ആണ് SCR എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ദിസ് ഇസ് എ PN ഡിവൈസ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് 3 ടെർമിനൽസ് നമുക്ക് ഉണ്ട്. അതുപോലെ തന്നെ 4 ലെയേഴ്സും ഉണ്ട്. അതേപോലെ ഈ PN ഡിവൈസ് ആയതുകൊണ്ട് അതിനകത്ത് 3 ജംഗ്ഷൻസ് വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ കാണാം. അതിനകത്ത് 3 ജംഗ്ഷൻസ് വരും. അതാണ് ഞാൻ J1, J2, J3 എന്ന് കൊടുത്തേക്കുന്നത്. 3 ടെർമിനൽസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് ആനോഡ്, കാഥോഡ്, ഗേറ്റ് ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഈ ഒരു PN ഡിവൈസിൽ ഫസ്റ്റ് ഒരു P റീജിയൻ, ദെൻ അഗെയിൻ ഒരു N റീജിയൻ, ദെൻ ഒരു P റീജിയൻ, ദെൻ ഒരു N റീജിയൻ. അപ്പോൾ ഇതൊരു PN ഡയോഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം, വിത്ത് 3 ടെർമിനൽസ്. അപ്പോൾ അതിൻ്റെ ഒരു ടെർമിനൽ എന്ന് പറയുന്നത് ആനോഡാണ്, അടുത്തത് കാഥോഡാണ്. ദെൻ ഇവിടെ ഈ ഒരു P ആണ് നമ്മൾ ഗേറ്റ് ആയിട്ട് എടുക്കുന്നത്. സോ അങ്ങനെ 3 ടെർമിനൽസ് ഇതിനുണ്ട്. ഇതിൻ്റെ സിമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആനോഡ്, കാഥോഡ്, ഗേറ്റ് വെച്ചിട്ട്. സോ ഡയോഡിൻ്റെ സിമ്പിൾ പോലെ ഗേറ്റും കൂടെ അഡീഷണൽ ആയിട്ട് വരും. അതാണ് ഇതിൻ്റെ സിമ്പിൾ. ഇതിനെ നമുക്ക് ഇതിൻ്റെ ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഒരു PNP ട്രാൻസിസ്റ്ററും ഒരു NPN ട്രാൻസിസ്റ്ററും ആയിട്ട് നമുക്കിതിനെ അതിൻ്റെ 2 ട്രാൻസിസ്റ്റർ മോഡൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇക്വലന്റ് മോഡൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് ശരിക്കും ആനോഡാണ്. ഇത് നമ്മുടെ ആനോഡ്, ഇത് നമ്മുടെ കാഥോഡ്, ഇത് ഗേറ്റ്. അപ്പോൾ അതിനൊരു 2 ട്രാൻസിസ്റ്റർ മോഡലിൽ ഞാൻ വരച്ചേക്കുവാണ്. സോ ദിസ് ഈസ് ഇക്വലന്റ് ടു എ PNP ആൻഡ് NPN ട്രാൻസിസ്റ്റർ. സോ അതാണ് എൻ്റെ ഇക്വലന്റ്. സോ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 1 PNP ആൻഡ് 1 NPN ട്രാൻസിസ്റ്റർ. അപ്പോൾ അത് എത്ര ടെർമിനൽസ് ഉണ്ട്, എത്ര ജംഗ്ഷൻ ഉണ്ട്, ഇവിടെ ജംഗ്ഷൻസ് കാണാം. നമുക്കിത് J1 ആണ് നമ്മുടെ ഫസ്റ്റ് ജംഗ്ഷൻ. J1 ഫസ്റ്റ് PN ജംഗ്ഷൻ, സെക്കൻഡ് PN ജംഗ്ഷൻ ആൻഡ് തേർഡ് PN ജംഗ്ഷൻ. സോ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്കതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് പോവാം. ക്യാരക്ടറിസ്റ്റിക്സ് ഇതാണ് ദ VI ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ SCR. സോ എങ്ങനെയാണ് ഈ ഒരു ഗ്രാഫ് വരുന്നത്, ഇതിനകത്ത് വരുന്ന ഓരോ മോഡ് ഓഫ് ഓപ്പറേഷൻസും അത് കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ ഇവിടെ 2 കറണ്ട്, ലാച്ചിങ് കറണ്ട്, ഹോൾഡിങ് കറണ്ടും, അതൊക്കെ എന്താണ്, ഏതാണ് കൂടുതൽ, ഏതാണ് കുറവ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് മെയിനായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നമുക്കതിൻ്റെ വർക്കിങ്ങിലോട്ട് പോവാം. അപ്പോൾ ശരിക്കും ഇവിടെ ഞാനൊരു പോസിറ്റീവ് വോൾട്ടേജ് ആനോഡിന് കൊടുക്കുവാണ്, കാഥോഡിന് നെഗറ്റീവും കൊടുക്കുവാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ ഈ ഫസ്റ്റ് PN ജംഗ്ഷൻ എന്ന് പറയുന്നത്, അതായത് J1 എന്ന് പറയുന്നത് ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. ഇവിടെ N ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ്. അപ്പം ഈ J3 എന്ന് പറയുന്നത് ഫോർവേഡ് ആയിരിക്കും. അപ്പോൾ J1, J3 എന്ന് പറയുന്നത് ഫോർവേഡ് ആയിരിക്കും. പക്ഷെ J2 എന്ന് പറയുന്നത് ഓഫ് ആയിരിക്കും, റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ. സോ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ നോക്കാം. വെൻ ആനോഡ് ഈസ് മെയ്ഡ് പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു കാഥോഡ്, J1 ആൻഡ് J3 ആർ ഫോർവേഡ് ബയസ്ഡ് ആൻഡ് J2 ഈസ് റിവേഴ്സ് ബയസ്ഡ്. അപ്പോൾ ആ മിഡിൽ ജംഗ്ഷൻ റിവേഴ്സ് ബയസ്ഡ് ആയതുകൊണ്ട് ഇനിഷ്യലി ഒരു ലീക്കേജ് കറണ്ട് ആയിരിക്കും പോകുന്നത്. കാരണം ഇത് ഓഫാണ്. സോ ഇത് ഓഫ് ആയതുകൊണ്ട് ഇനിഷ്യലി ഒരു ലീക്കേജ് കറണ്ട് ആയിരിക്കും നമ്മുടെ ക്യാരയ്ക്കകത്ത് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫോർവേഡ് ക്യാരയാണ്. അപ്പോൾ ഇനിഷ്യലി നമുക്കൊരു ചെറിയൊരു കറണ്ട് ആയിരിക്കും, ആ കറണ്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്, ഒരു ചെറിയ കറണ്ട് ആയിരിക്കും പോകുന്നത്. അതിനാണ് ഫോർവേഡ് ലീക്കേജ് കറണ്ട്. കാരണം ആ നടുക്കുള്ള ജംഗ്ഷൻ J2 എന്ന് പറയുന്നത് റിവേഴ്സ് ബയസ്ഡ് ആണ്. സോ അതുകൊണ്ട് നമുക്ക് ഇനിഷ്യലി ഒരു ഫോർവേഡ് ലീക്കേജ് കറണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ദെൻ നമ്മൾ ഈ പോസിറ്റീവ് അല്ലെങ്കിൽ ആ ഒരു
വോൾട്ടേജ്, ആ ഫോർവേഡ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവിടെ ബ്രേക്ക് ഡൗൺ സംഭവിക്കും. ആ ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ നടക്കും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കറണ്ട് ഇൻക്രീസ് ചെയ്യും. സോ അതാണ് നമുക്ക് അടുത്ത് കാണാൻ പറ്റുന്നത്. ഒരു ബ്രേക്ക് ഓവർ വോൾട്ടേജ് എത്തുമ്പോൾ ഇവിടെ ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ നടക്കുന്ന സ്ഥലമാണ്, ഫോർവേഡിൽ ബ്രേക്ക് ഡൗൺ നടക്കുന്ന കണ്ടീഷനാണ്. ആ സമയത്ത് കറണ്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. അതാണ് നമ്മുടെ ഈ ഒരു ഗ്രാഫ്. ആദ്യം ലീക്കേജ് കറണ്ട്, ദെൻ ഫോർവേഡിൽ തന്നെ ആ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. സോ നമുക്ക് ആ പോയിന്റ് ഒന്ന് നോക്കാം. സോ ഇനിഷ്യലി നമ്മൾ പറഞ്ഞു ഫോർവേഡ് ബ്ലോക്കിംഗ് എന്താന്ന് പറഞ്ഞു. സോ അന്നേരമുള്ള കറണ്ടിനെ നമ്മൾ ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറയാം. സോ ഫസ്റ്റ് കണ്ടീഷൻ J2 റിവേഴ്സ് പാസ്ഡ് ആവുന്ന കണ്ടീഷനാണ്. ദെൻ ഇഫ് വി കീപ്പ് ഓൺ ഇൻക്രീസിങ് ആനോഡ് ടു കാഥോഡ് വോൾട്ടേജ്, ജംഗ്ഷൻ J2 ബ്രേക്ക്, അതായത് നമ്മുടെ ബ്രേക്ക് ഡൗൺ, അവലാൻസ് ബ്രേക്ക് ഡൗൺ ഒക്കർ ചെയ്യും. സോ അന്നേരമുള്ള ആ ഒരു വോൾട്ടേജിനെ നമ്മൾ ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് എന്ന് പറയും. J1 ഉം J3 ഓൾറെഡി ഫോർവേഡ് ബയസ്ഡ് ആണ്. J2 ആ ഒരു അവലാൻസ് ബ്രേക്ക് ഡൗൺ സംഭവിച്ചു. സോ അന്നേരം ഈ ലാർജ് ഫോർവേഡ് കറണ്ട് വിൽ ഫ്ലോ ത്രൂ ദ ഡയോഡ്. സോ ആ സമയത്താണ് നമ്മുടെ ഡിവൈസ് ഓൺ ആവുന്നത്, അല്ലെങ്കിൽ കണ്ടക്ടിങ് സ്റ്റേറ്റിൽ വരുന്ന കണ്ടീഷനാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടക്ടിങ് സ്റ്റേറ്റ്. ബ്രേക്ക് ഓവർ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ കഴിഞ്ഞിട്ട് കറണ്ട് കൂടുന്നതായിട്ട് കാണാം. ആ ഫോർവേഡ് കണ്ടക്ഷനും ഒക്കെ നമുക്കിവിടെ കാണാം. സോ ഇതാണ് നമ്മുടെ കണ്ടക്ടിങ് കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് അവിടെ ലാച്ചിങ് കറണ്ട് നമുക്കിവിടെ കാണാം. ഇവിടെ ഒരു ലാച്ചിങ് കറണ്ട് ഉണ്ട്. ഇതാണ് ലാച്ചിങ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ലാച്ചിങ് കറണ്ട് ഇവിടെ ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. Latching current of a forward biased SCR is the minimum current which anode current must attain to continue to remain in forward conduction mode. Forward conduction മോഡിൽ കണ്ടിന്യൂ ചെയ്തു പോകാൻ വേണ്ടുന്ന ആ ഒരു ആനോഡ് കറണ്ടിനെ, അല്ലെങ്കിൽ ആ ഒരു പി എൻ ഡയോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെയാണ് നമ്മൾ ആനോഡ് കറണ്ട് എന്ന് പറയുന്നത്. ആ കറണ്ടിനെയാണ് നമ്മളിവിടെ ലാച്ചിങ് കറണ്ട് ആയിട്ട് പറയുന്നത്. ഇറ്റ് ഈസ് എ മിനിമം കറണ്ട് മസ്റ്റ് അറ്റൈൻ ടു കണ്ടിന്യൂ ഇൻ ദ ഫോർവേഡ് കണ്ടക്ഷൻ മോഡ് ഈവൻ വെൻ ദ ഗേറ്റ് കറണ്ട് ഈസ് റിമൂവ്ഡ്. ഗേറ്റ് കറണ്ട് റിമൂവ് ചെയ്താലും നമുക്ക് ആ ഒരു ഫോർവേഡ് കണ്ടക്ഷനിൽ നിൽക്കാനുള്ള കറണ്ടിനെയാണ് ലാച്ചിങ് കറണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ മിനിമം കറണ്ട്, ആനോഡ് കറണ്ട്. സോ അതാണ് ലാച്ചിങ് കറണ്ട് ഡെഫിനേഷൻ. അപ്പോൾ അത് അറിഞ്ഞിരിക്കണം. ദെൻ നമ്മുടെ തൈറിസ്റ്റർ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ് ബിഹേവ്സ് ലൈക്ക് എ കണ്ടക്ടിങ് ഡയോഡ് ആൻഡ് ദർ ഇസ് നോ കൺട്രോൾ ഓവർ ദ ഡിവൈസ്. സോ അവിടെ ഡിപ്ലീഷൻ റീജിയൻ ഇല്ല, J2 ബ്രേക്ക് ഡൗൺ സംഭവിച്ചു. സോ ദർ വിൽ നോട്ട് ബി എനി കൺട്രോൾ ഫോർ ദ ഡിവൈസ്. സോ then if forward anode current is reduced below a level known as holding current. So ഇത് നമ്മൾ IH എന്ന് പറയുന്ന കറണ്ട്, എന്ന് പറയുന്നത് ഹോൾഡിംഗ് കറണ്ട് ആണ്. സോ ആ ഹോൾഡിംഗ് കറണ്ടിന്റെ ഡെഫിനിഷൻ ആണ് പറയുന്നത്. ആ മിനിമം കറണ്ട് അതിന് താഴെ പോവുകയാണെങ്കിൽ, സോ നമുക്ക് ഹോൾഡിംഗ് കറണ്ട് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് എ മിനിമം ആനോഡ് കറണ്ട് ടു മെയിൻറ്റെയിൻ ദ തൈറിസ്റ്റർ ഇൻ ഓൺ സ്റ്റേറ്റ്. സോ അതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ അത് ആ ഒരു ബ്ലോക്കിംഗ് കണ്ടീഷനിലേക്ക് പോകും, അല്ലെങ്കിൽ നമുക്ക് ഓൺ സ്റ്റേറ്റ് നിൽക്കാൻ പറ്റില്ല, ഓൺ സ്റ്റേറ്റിന് താഴെ പോകും. സോ അതിനാണ് ഹോൾഡിംഗ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഗ്രാഫിൽ ഇവിടെ ഒരു ലിമിറ്റിംഗ് പോയിന്റ് ഉണ്ട്. സോ ആ IHന് താഴെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫോർവേഡ് കണ്ടീഷൻ ചേഞ്ച് ആവും. സോ അത് IH എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കട്ട് ഓഫ് കറണ്ടാണ്. സോ IH ഇസ് ദ മിനിമം കറണ്ട്. സോ ബിലോ വിച്ച് ദ ഓൺ സ്റ്റേറ്റ് വിൽ ബി ലോസ്റ്റ്. സോ ആ ഓൺ സ്റ്റേറ്റ് അച്ചീവ് ചെയ്യാനുള്ള, മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മിനിമം ആനോഡ് കറണ്ട് ആണ് ഹോൾഡിംഗ് കറണ്ട്. സോ അത് മെഷർ ചെയ്യുന്നത് മില്ലി ആംബിയറിലായിരിക്കും ഹോൾഡിംഗ് കറണ്ട് മെഷർ ചെയ്യുന്നത്. അതൊക്കെ അറിഞ്ഞിരിക്കണം. ആൻഡ് ഓൾസോ ദ ലാച്ചിങ് കറണ്ട് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാച്ചിങ് കറണ്ട് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 10 ടൈംസ് ഹോൾഡിംഗ് കറണ്ട് ആണ്. അപ്പം അത്രയും കൂടുതലാണ്, ഹോൾഡിംഗ് കറണ്ടിനെയും കാട്ടി 10 ടൈംസ് ഓളം കൂടുതലാണ് ലാച്ചിങ് കറണ്ട് എന്ന് പറയുന്നത്. ദെൻ ദ കാഥോഡ് വോൾട്ടേജ്, അതായത് നമ്മൾ ഇനി രണ്ടാമത്തെ കണ്ടീഷൻ പറയുകയാണ്. നമ്മൾ ഫോർവേഡ് കണ്ടീഷൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഫോർവേഡ് കണ്ടീഷനിൽ നമുക്ക് കാണാം എന്തൊക്കെയാണ്. ഫോർവേഡ് ലീക്കേജ് കറണ്ട് ഉണ്ട്. ദെൻ അതിനുശേഷം ഫോർവേഡ് കണ്ടക്ഷനിലേക്ക് പോകുന്നു. അതിനകത്ത് തന്നെ നമ്മൾ IL IH ഡിഫൈൻ ചെയ്തു. IL ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ IH എന്ന് പറഞ്ഞു. ദെൻ നമ്മൾ രണ്ടാമത്തെ കണ്ടീഷൻ പറയുകയാണ്, റിവേഴ്സ് കണ്ടീഷൻസ് പറയുകയാണ്. അതായത് വെൻ ആനോഡ് ഈസ് മെയ്ഡ് നെഗറ്റീവ്, നമുക്കിവിടെ ഒരു നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും വിത്ത് റെസ്പെക്ട് ടു കാഥോഡ്. ആനോഡിന് നെഗറ്റീവും കാഥോഡിന് പോസിറ്റീവും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം J3യും J1ഉം റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും ഓഫ് ആയിരിക്കും, ഇത് ഓൺ ആയിരിക്കും. J2 മാത്രം ഓൺ ആയിരിക്കും. അതാണ് നമ്മുടെ റിവേഴ്സ് കണ്ടീഷൻ എന്ന് പറയുന്നത്. നടുക്കത്തെ ജംഗ്ഷൻ മാത്രമാണ് ഓൺ ആയിരിക്കുന്നത്.
So when the cathode voltage is positive, then J2 is forward biased and J1 and J3 are reverse biased. So the thyristor is in the reverse blocking state. അന്നേരം നമുക്കറിയാം ഒരു റിവേഴ്സ് കണ്ടീഷനിൽ ഒരു ലീക്കേജ് കറണ്ട് ഉണ്ടാവും. ആ ഒരു കറണ്ട് ആയിരിക്കും ആ ഡയോഡിൽ ഫ്ലോ ചെയ്യുന്നത്. അതാണ് നമ്മൾ റിവേഴ്സ് ക്യാരി ആയിട്ട് വരച്ചേക്കുന്നത്. ഇങ്ങനൊരു കറണ്ട് ആ റിവേഴ്സ് കണ്ടീഷനിൽ വരച്ചേക്കുന്നത്. സോ ദാറ്റ് ഈസ് അപ്പോൾ അവിടെയും നമുക്കൊരു ബ്രേക്ക് ഓവർ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതാണ് ആ ഗ്രാഫിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് എ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അതിനുശേഷം കറണ്ട് നമ്മുടെ ഡയോഡിന്റെ ക്യാര പോലെ തന്നെ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. സോ ഇതാണ് നമ്മുടെ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് സിമ്പിൾ ആണ്. ദെൻ പ്രാക്ടിക്കലി എ തൈറിസ്റ്റർ ഈസ് ടേൺഡ് ഓൺ ബൈ അപ്ലൈയിങ് എ പോസിറ്റീവ് വോൾട്ടേജ് ബിറ്റ്വീൻ ദ ഗേറ്റ് ആൻഡ് കാഥോഡ്. ഇതാണ് ഗേറ്റ് ഒരു ട്രാൻസിസ്റ്റർ ഓൺ ചെയ്യാനുള്ള ഒരു നോർമൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ബൈ അപ്ലൈയിങ് എ പോസിറ്റീവ് വോൾട്ടേജ് ബിറ്റ്വീൻ ഗേറ്റ് ആൻഡ് കാഥോഡ്. സോ നമ്മൾ ഗേറ്റ് വോൾട്ടേജ് കൊടുത്തു. ഇപ്പം നമുക്ക് ആനോഡ് ടു കാഥോഡ് വോൾട്ടേജ് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ഓൺ ആക്കുന്ന കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിസ്ട്രക്റ്റീവ് ആണ്. ഒരു തൈറിസ്റ്ററിനെ അങ്ങനെ ആ രീതിയിൽ ഓൺ ആക്കുന്നത് കുറച്ച് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ല. തൈറിസ്റ്ററിനെ നമ്മളൊരു ആനോഡ് ടു കാഥോഡ് വോൾട്ടേജ് കൊടുത്ത് ഇപ്പം നമ്മൾ പറഞ്ഞ ആ ഒരു സ്റ്റെപ്പാണ് ആനോഡ് ടു കാഥോഡ് കൊടുത്ത് ഓൺ ആക്കുന്ന ഇതാണ് തൈറിസ്റ്ററിന്റെ ഓൺ കണ്ടീഷൻ നമ്മൾ കണ്ടതാണ്. ആ ഗ്രാഫിനകത്ത് ആ പോസിറ്റീവ് ക്യാര നമ്മൾ കണ്ടതാണ്. സോ ആ ഓൺ ആക്കുന്ന ഒരു മെത്തേഡ് ആനോഡ് ടു കാഥോഡ് വോൾട്ടേജ് കൊടുത്ത് ഓൺ ആക്കുന്നത് ദാറ്റ് ഈസ് എ ഡിസ്ട്രക്റ്റീവ് മെത്തേഡ്. So in practical method, thyristor is turned on by applying a positive voltage. So നമ്മളവിടെ ഗേറ്റിന്റെ റോൾ വരുവാണ്. ഗേറ്റ് വോൾട്ടേജ് കൊടുത്തിട്ട് that is a gate voltage between the gate terminal and the cathode. ഒരു പോസിറ്റീവ് വോൾട്ടേജ് നമ്മൾ ഗേറ്റിന് കാഥോഡിന് അക്രോസ് കൊടുത്ത് നമുക്ക് ട്രാൻസിസ്റ്ററിനെ ഓൺ ആക്കാം. സോ വൺസ് ഇറ്റ് ഈസ് ടേൺഡ് ഓൺ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരു ഗേറ്റിൽ ഒരു വോൾട്ടേജ് കൊടുത്ത് ഓൺ ആക്കി കഴിഞ്ഞാൽ and its anode current is greater than holding current. So അത് കണ്ടക്ഷൻ മോഡിൽ നിൽക്കുവാണ്. anode current is greater than holding it. The device continue to conduct due to positive feedback even if the gate signal is removed. So നമ്മൾ പിന്നെ ആ ഗേറ്റിൽ വോൾട്ടേജ് കൊടുത്ത് ഓൺ ആക്കി നിർത്തി കഴിഞ്ഞാൽ അത് ആ ഹോൾഡിംഗ് കറണ്ടിനെക്കാട്ടി മുകളിലേക്ക് ആനോഡ് കറണ്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഗേറ്റ് സിഗ്നൽ റിമൂവ് ചെയ്താലും നമുക്കതിനെ ഓഫ് ആക്കാൻ എളുപ്പം പറ്റില്ല. സോ അതാണ് നമ്മുടെ ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ വൺസ് ഇറ്റ് ഈസ് ടേൺഡ് ഓൺ ദെൻ നമ്മളത് റിമൂവ് ചെയ്താലും ഗേറ്റ് സിഗ്നൽ റിമൂവ് ചെയ്താലും അത് ആ ഒരു കണ്ടക്ഷൻ മോഡിൽ തന്നെ നിൽക്കും. ദെൻ ഇതിനെ ഓഫ് ആക്കാൻ നമ്മൾ കുറേ കമ്മ്യൂട്ടേഷൻ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് നമുക്ക് മെയിനായിട്ട് നമ്മുടെ ഫോർവേഡിൽ എന്ത് സംഭവിക്കുന്നു, റിവേഴ്സിൽ എന്ത് സംഭവിക്കുന്നു, അത് ആനോഡ് ടു കാഥോഡ് വോൾട്ടേജിൻ്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സോ അതുകൂടാതെ നമ്മൾ ഗേറ്റ് കൊടുത്തിട്ട് ഓൺ ആക്കുന്ന കണ്ടീഷനും പറഞ്ഞു. ഗേറ്റ് കൊടുത്ത് നമുക്ക് സേഫ് ആയിട്ട് ഓൺ ആക്കാം. പക്ഷെ ആ വൺസ് ഇറ്റ് ഈസ് ടേൺഡ് ഓൺ നമുക്കത് ഓഫ് ആക്കണമെങ്കിൽ നമുക്ക് കമ്മ്യൂട്ടേഷൻ മെത്തേഡ്സ് ഒക്കെ ഉപയോഗിക്കണം. ഗേറ്റ് സിഗ്നൽ നമ്മൾ റിമൂവ് ചെയ്താലും അത് ഓഫ് ആവുന്നത് പ്രാക്ടിക്കലി ഡിഫിക്കൽട്ടാണ്. ദെൻ നമുക്കിതിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. ദീസ് ആർ യൂസ് ടു കൺവേർട്ട് AC ടു DC. AC DC ആക്കാനൊക്കെ നമ്മൾ റെക്ടിഫയേഴ്സിൽ റെക്ടിഫയർ ആയിട്ട്, അതാണ് പേര് തന്നെ സിലിക്കൺ കൺട്രോൾ റെക്ടിഫയർ ആണ്. ദെൻ അതുപോലെ തന്നെ മോട്ടോർ കൺട്രോൾ. സോ ഞാൻ പറഞ്ഞു ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതാണ്, യൂസിങ് DC മോട്ടോഴ്സ്. ദെൻ ലൈറ്റ് ഡിമ്മേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ദ ബ്രൈറ്റ്നസ് ഇൻ ലൈറ്റിംഗ് സിസ്റ്റംസ്. ദെൻ വോൾട്ടേജ് റെഗുലേറ്ററിൽ പവർ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് സ്റ്റേബിൾ വോൾട്ടേജ് ആക്കാൻ വേണ്ടി. ദെൻ പ്രൊട്ടക്ട് സർക്യൂട്ട്സ് ഫ്രം ഓവർ വോൾട്ടേജ് കണ്ടീഷൻ. സോ ഇങ്ങനെ മെയിനായിട്ടും ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എല്ലാം കുറച്ച് ഇൻഡസ്ട്രിയലായിട്ട് വരുന്ന ആപ്ലിക്കേഷൻസ് ആണ് SCRന് വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു തൈറിസ്റ്റർ ഫാമിലിയിൽ വരുന്ന SCRന് വരുന്നത്. ദെൻ നമുക്ക് ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും നോക്കാം. ഇത് ഹൈലി എഫിഷ്യൻ്റ് ആണ്, എഫിഷ്യൻസി ഹൈ ആണ്. ദെൻ നമ്മൾ ആദ്യം പറഞ്ഞു SCR ഡിഫൈൻ ചെയ്തപ്പം തന്നെ പറഞ്ഞു ഇത് ഹാൻഡിൽ ചെയ്യാവുന്നത്, അല്ലെങ്കിൽ ഇതിന് ഹാൻഡിൽ ചെയ്യാവുന്നത് ഹൈ വോൾട്ടേജസും അതുപോലെ തന്നെ കറണ്ടുകളും അല്ലെ ഹൈ പവർ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ കോമ്പാക്ട് സൈസ് ആണ്. സോ ഇതൊക്കെയാണ് ഈ ഒരു സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ അല്ലെങ്കിൽ ഈ ഒരു PNPN ഡിവൈസിൻ്റെ അഡ്വാൻറ്റേജസ്. ദെൻ ലിമിറ്റേഷൻസ് പറയുവാണെങ്കിൽ ഇറ്റ് റിക്വയർസ് എക്സ്റ്റേണൽ സർക്യൂട്ടറി ഫോർ കമ്മ്യൂട്ടേഷൻ. സോ നമ്മൾ കമ്മ്യൂട്ടേഷൻ മെത്തേഡ്സ് അല്ലെങ്കിൽ അതിൻ്റെ ടേൺ ഓഫ് മെത്തേഡ്സ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ SCRൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ദെൻ ഇറ്റ് കനോട്ട് ബി ടേൺഡ് ഓഫ് യൂസിങ് ദ ഗേറ്റ് ടെർമിനൽ. സോ നമ്മൾ പറഞ്ഞിരുന്നു വൺസ് ഇറ്റ് ഈസ് ടേൺഡ് ഓൺ ഇറ്റ് വിൽ ബി
ഡിഫിക്കൽട്ട് ടു ടേൺ ഓഫ് ഈവൻ ഇഫ് ദ ഗേറ്റ് കറണ്ട് ഈസ് റിമൂവ്. സോ ആ ഗേറ്റിൽ ആ ഒരു പൾസ് അല്ലെങ്കിൽ ഇൻപുട്ട് നമ്മൾ റിമൂവ് ചെയ്താലും അത് ടേൺ ഓഫ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. അതിന് സ്പെഷ്യൽ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ തൈറിസ്റ്റർ ഫാമിലിയിൽ വരുന്ന ഒരു ഡിവൈസ് ആണ് നമ്മുടെ SCR. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നന്നായിട്ട് പഠിച്ചിരിക്കണം. ദെൻ അതിനകത്ത് ലാച്ചിങ് കറണ്ടും ഹോൾഡിങ് കറണ്ടും ഒക്കെ എന്താണെന്ന് നമ്മൾ അറിയണം. ദെൻ ഇതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരെണ്ണമാണ് നമ്മുടെ ട്രയാക്ക്, ഡയാക്ക്. ഇതെല്ലാം ആ തൈറിസ്റ്റർ ഫാമിലിയിൽ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്രയാക്കിൻ്റെയും ഡയാക്കിൻ്റെയും ഒക്കെ ആ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മളിപ്പം പറഞ്ഞ PNPN ഡിവൈസിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പോലെ തന്നെയാണ് നമ്മൾ അതും പഠിക്കുന്നത്. അപ്പോൾ അതിനകത്തും ബ്രേക്ക് ഓവർ വോൾട്ടേജും ബ്രേക്ക് ഡൗൺ വോൾട്ടേജും ഫോർവേഡ് കണ്ടക്ഷനും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. നമ്മൾ ആ ഒരു തൈറിസ്റ്റർ ഡിവൈസസിനെ കുറിച്ച് പഠിക്കും. അപ്പോൾ SCRൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളിന്ന് പഠിച്ചത്. ഓക്കെ, താങ്ക് യു.